സോ ഗൈസ് നമ്മൾ ഇന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പോകുന്നത് രണ്ട് ട്രേഡ്സ് ആണ്. രണ്ടെണ്ണല്ല മൂന്നെണ്ണമാണ്. ഒന്ന് ഇന്നലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ്, ഒന്ന് ഇന്ന് നമ്മൾ ന്യൂയോർക്കിൽ ഓൾറെഡി ഒന്ന് ക്ലോസും ചെയ്തിട്ടുണ്ട്, ഒന്ന് ലെയറും ചെയ്ത് റീ എൻട്രീസും പോയിട്ടുണ്ട്. സോ ഈ ഒരു മൂന്ന് ട്രേഡ്സ് ആണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നിങ്ങൾ എല്ലാവരുടെ സ്റ്റോറി കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റോറിയിൽ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ട്രേഡ് ഞാൻ ഇന്നലെ ഫസ്റ്റ് എടുത്തിട്ട് സ്റ്റോപ്പ് ടി പി അടിച്ചിട്ടുള്ള ട്രേഡാണ്. അത് നമ്മൾ ഓൾറെഡി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ഡൗൺ മീൻസ് നമ്മൾ പോസ്റ്റേഴ്സ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് ഈ ഒരു ട്രേഡാണ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നത്, കാരണം മാർക്കറ്റ് ബീറിഷ് അല്ലേ എന്നുള്ളത്. സോ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 അവറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഹയർ ടൈം ഫ്രെയിം ഗോൾഡിൽ നോക്കണം എന്നാണ് നമ്മൾ പറയാറ്. സോ 1 അവർ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ സ്ട്രക്ചർ നോക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. വൺസ് ഈ ഒരു സ്വീപ്പ് കഴിഞ്ഞ് ഇവിടെ ഉള്ള ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റി മാർക്കറ്റ് നല്ല രീതിക്ക് എടുത്തിട്ടുണ്ട്, മാർക്കറ്റ് ഒരു ബുള്ളിഷ് ഒരു മൊമെന്റം ഫോം ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ വന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഏരിയനെ ബ്രേക്ക് ചെയ്ത ഹൈ ആണ് നമ്മൾ ഈ ഒരു കാണുന്ന ഏരിയ, ഈ ഒരു കാണുന്ന ഹൈ ആണ്. അപ്പൊ നമുക്കറിയാം അതിന് ഏറ്റവും ഡിസ്കൗണ്ടഡ് ഏരിയ അല്ലെങ്കിൽ ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്ന 1 അവറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്താ സംഭവിച്ചത്? മാർക്കറ്റ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു SNR ലെവലിനെ മാർക്കറ്റ് ടാപ്പ് ചെയ്തു, മാർക്കറ്റ് റിജക്റ്റും ചെയ്തു, മുകളിലാണ് ബോഡി ക്ലോസ് വന്നത്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായല്ലോ ക്ലീൻ ആയിട്ട്. നമ്മൾ ഡിമാൻഡ് ഏരിയ എന്താ നമ്മൾ ശ്രദ്ധിക്കാറ്? നമ്മൾ ബൈ ചെയ്യാൻ അല്ലെ. സോ ഇവിടെ എന്താ സംഭവിച്ചത്? ആ ഒരു ഡിമാൻഡ് ഏരിയ വന്ന സമയത്ത് ബൈയേഴ്സ് മാർക്കറ്റിൽ ആക്റ്റീവ് ആയി. അപ്പൊ നമ്മുടെ വിഷനും ബൈ അല്ലേ. അപ്പൊ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? ലോവർ ടൈം ഫ്രെയിം എടുത്തിട്ട് ബൈ എൻട്രി നോക്കണം എന്നുള്ളതാണ്. സോ ഇവിടെ വന്ന സമയത്ത് എന്താ ചെയ്തത്? 30 മിനിറ്റ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് 30 മിനിറ്റ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഒരു ബോഡി ബ്രേക്ക് ക്യാൻഡിൽ മുകളിലോട്ട് ഫോം ആയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ഏരിയനെ മാർക്കറ്റ് ഒന്ന് സ്വീപ്പും ചെയ്തിട്ടുണ്ട്. സോ അങ്ങനെ വന്ന സമയത്ത് 50 മിനിറ്റ്സ് ഇട്ട സമയത്ത് നമുക്കറിയാം ഇവിടെ ഒരു ബോഡി ബ്രേക്ക് ക്യാൻഡിൽ വന്നു, 5 മിനിറ്റ്സ് വന്നു. 5 മിനിറ്റ്സിൽ നോക്കുന്ന സമയത്ത് നമുക്കറിയാം മാർക്കറ്റ് ഒരു ഇമ്പൾസീവ് റണ്ണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഒരു വോളിയം. ഇത് എപ്പോഴാണ് വന്നിട്ടുള്ളത്? ന്യൂയോർക്ക് മാർക്കറ്റിലാണ്. അപ്പൊ നമുക്കറിയാം ന്യൂയോർക്കിന്റെ ഒരു ടൈം എന്ന് പറയുന്നത് അവിടുത്തെ ബാങ്ക് ഓപ്പണിംഗ് ടൈമിൽ നമുക്കറിയാം കണ്ടിന്യൂഷൻ എക്സ്പെക്ട് ചെയ്യാം. സോ അങ്ങനെ വന്ന സമയത്ത് ഇവിടുന്ന് മാർക്കറ്റ് നമുക്ക് ഒരു ലൈൻ ചാർട്ട്സ് ഒക്കെ നോക്കുന്ന സമയത്ത് ലോവർ ലോസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ലോനെ ക്രിയേറ്റ് ചെയ്ത നെക്സ്റ്റ് ലോ വന്ന് ഈ ലോനെ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ലോ വന്നു, ഈ ലോനെ ക്രിയേറ്റ് ചെയ്ത് അടുത്ത ലോ വന്നു, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെ ഉണ്ടായിരുന്ന ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്ത് പുതിയ ഹൈ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ചാർട്ട്സിലോട്ട് വന്ന സമയത്ത് സെയിം ലെവലിൽ ഇവിടെ നിന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് അല്ലെ. ഇവിടെ നിന്നാണല്ലോ ഒരു ഇമ്പൾസീവ് റൺ ക്രിയേറ്റ് ചെയ്തത്. അതിന്റെ ഏറ്റവും ഡിസ്കൗണ്ടഡ് ഏരിയ എന്ന് പറയുന്ന ഡിമാൻഡ് സോൺ നമ്മൾ ഹയർ ടൈം ഫ്രെയിമിൽ എന്താണോ ചെയ്തത് എക്സാക്ട് ലോവർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ ചെയ്തത്. ഇപ്പൊ നമുക്ക് കൺഫർമേഷൻസ് ആയി. ട്രേഡിന് ഇത് നമുക്ക് ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ടേക്കാം. ഇനി വേണമെങ്കിൽ മൾട്ടിപ്പിൾ കോൺഫറൻസസ് കൂട്ടാൻ ക്യാൻഡിൽ കൺഫർമേഷൻ ഇട്ടേക്കാം. ഇവിടെ നിന്ന് എന്താ സംഭവിച്ചത്? ഒരു ബുള്ളിഷ് ബോഡി ക്യാൻഡിൽ പോസ് വന്നിട്ടുണ്ടായിരുന്നു, നല്ല രീതിക്ക് ഒരു ഇമ്പൾസീവ് റൺ നടത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇതായിരുന്നു ഞാൻ എന്റെ എൻട്രി ഉണ്ടായിരുന്നത്. ഈ 4504 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഈ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തില്ല, ഈ ഒരു ടാപ്പ് അവിടെ ആയിരുന്നു. സോ വൺസ് നമ്മൾ അത് ചെയ്ത് റിസ്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ പ്രീവിയസ് ആയിട്ട് ഈ ഹൈനെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത സമയത്ത് സ്റ്റോപ്പ് ലോസ് പിന്നെ നമുക്ക് ഈ ലോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വലിയ വാലിഡ് ഒന്നുമല്ല. പിന്നെയുള്ള ലോ എന്ന് പറയുന്നത് ഈ ലോ ആണ്. ഈ ലോയിലോട്ട് സ്റ്റോപ്പ് ലോസ് മൂവ് ചെയ്തു. അപ്പോൾ നമുക്ക് 1% റിസ്ക് എടുത്തിരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രേഡ് ബ്രേക്ക് മീൻ 50% ലോസിലോട്ട് ആയിട്ടുണ്ട്. ഇനി സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ 50%. ടാർഗറ്റ് നമ്മൾ വെച്ചിരുന്നത് 50 മിനിറ്റ്സിന്റെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു SNR കീ ലെവലിലാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. സോ ഇവിടെ ഒരു എക്സ്റ്റേണൽ ലിക്വിഡിറ്റീസ് ഉണ്ട് മാർക്കറ്റ്. ഞാൻ എൻ്റെ ടെലഗ്രാമിൽ ഇത് 4560 ആയിരുന്നു ടാർഗറ്റ് പറഞ്ഞത്. ടാർഗറ്റ് TP3 ഇട്ടോ, അറൗണ്ട് 59 സംതിങ് വരെ മാർക്കറ്റ് വന്നത്. ചെറിയൊരു വ്യത്യാസത്തിലാണ് അത് ടാർഗറ്റ് 3 അടിക്കാതെ പോയത്. എന്നിരുന്നാലും ഞാൻ TP എടുത്തുന്നത് ഈ ഒരു 4540 എന്നുള്ള റേഞ്ച്, ഈ ഒരു എക്സ്റ്റേണൽ ഈ ഒരു ലിക്വിഡിറ്റിന്റെ പുറത്തോട്ടാണ് ഞാൻ എന്റെ ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് ഇന്ന് വരുന്ന സമയത്ത് സെയിം എക്സാക്ട് മാർക്കറ്റ് എന്താ സംഭവിച്ചത്? ഒരു ഇമ്പൾസീവ് റൺ അല്ലെ. ഇവിടെ നിന്നാണല്ലോ നല്ല ഹ്യൂജ് ഇമ്പൾസീവ് റൺ ക്രിയേറ്റ് ചെയ്തത്. സോ ഇതിന്റെ ഒരു 50%ന്റെ താഴത്താണ് നമ്മുടെ ഡിസ്കൗണ്ടഡ് ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്തുണ്ട്? ഇവിടെ SNR ലെവൽസ് ഉണ്ട്. സെയിം ലെവലിൽ ഇന്ന് ലണ്ടൻ മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു. ഞാൻ ലണ്ടൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാറില്ല. സോ ഒരു പോസ്റ്റ് ലണ്ടൻ വന്ന സമയത്ത് ഇവിടെ എന്താ സംഭവിച്ചത്? സെയിം എക്സാക്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെയും സംഭവിക്കുന്നത് നോക്കാം. ഇന്റേണലി ഇവിടെ നമുക്ക് ലിക്വിഡിറ്റീസ് വീണ്ടും ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിൽ നമുക്ക് മൾട്ടിപ്പിൾ ലിക്വിഡിറ്റീസ് ബിൽഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അങ്ങനെ വന്ന സമയത്ത് ഇതിന്റെ ഉള്ളിൽ ഒരു ഫ്രഷ് ലെവൽ ഓഫ് SNR നമുക്കുണ്ട്. സോ ഈ ഒരു ട്രേഡിന് ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് ട്രേഡിന്റെ കമ്മ്യൂണിറ്റിയിൽ ഒന്നും ഷെയർ ചെയ്തിട്ടില്ല, പക്ഷേ എല്ലാ സ്റ്റുഡൻസും ട്രേഡ് എടുത്ത് ടാർഗറ്റ് അടിച്ച്. അതാണ് ട്രേഡിംഗ് പഠിക്കുമ്പോൾ ഉള്ള ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ തന്നെ എന്റെ ട്രേഡ് ബ്രേക്ക് ഡൗൺ ചോദിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഒരിക്കലും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എക്സാക്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇവിടെ നമുക്ക് പറഞ്ഞ പോലെ തന്നെ 50 മിനിറ്റ്സിൽ ഒരു ഫ്രഷ് ലെവൽ ഉണ്ടായിരുന്നു. 5 മിനിറ്റ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. 5 മിനിറ്റ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ഇതായിരുന്നു നമ്മുടെ ഡിസ്കൗണ്ടഡ് ഏരിയ. ഈ ഒരു എൻട്രി എടുക്കാൻ വേറെ ഒരു റീസൺ ഉണ്ട് കേട്ടോ. 4 അവർ വരുന്ന സമയത്ത് 4 അവറിൽ നമുക്കറിയാം ഇവിടെ ഒരു ബോഡി ബ്രേക്ക് ക്യാൻഡിൽ ഫോം ചെയ്തു. അതിന്റെ ലോ ആണ് ഈ ഒരു ലെവൽ. അതിനെയാണ് നമ്മൾ ലോവർ ടൈം ഫ്രെയിമിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. സോ ലോവർ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് 5 മിനിറ്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇവിടെ കണ്ടോ റിജക്ഷൻ. ഈ ഒരു കംപ്ലീറ്റ് ഈ ഒരു ഫസ്റ്റ് ടാപ്പിൽ തന്നെ ഞാൻ എന്റെ ഫസ്റ്റ് എക്സിക്യൂഷൻ ഇവിടെ എടുത്തിട്ടുണ്ടായിരുന്നു.
നമുക്കിതൊന്ന് അൺലോക്ക് ചെയ്യാം. സോ ഓക്കെ, ഇവിടെ നിന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് എൻട്രി ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു അക്കൗണ്ടിൽ സ്റ്റോപ്പ് ലോസ് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ താഴോട്ടാണ് വെച്ചത്, ഈ ഒരു സോണിൻ്റെ താഴോട്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ലിക്വിഡിറ്റി കൺസിഡർ ചെയ്യുന്നു, പക്ഷേ എനിക്കിത് അറിയായിരുന്നു നല്ല രീതിക്ക് മാർക്കറ്റ് ഇമ്പൾസീവ് റണ്ണ് നടത്തുന്നുള്ളത്. ഞാൻ വൺസ് ഈ ഒരു ഹൈ ഫോം ചെയ്ത്, ഈ ഒരു ലോ ഫോം ചെയ്ത്, ഈ ഒരു ഹൈയിൽ വന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റോപ്പ് ലോസസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മൂവ് ചെയ്ത് ബ്രേക്ക് ഇങ്ങോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു 2-3 അക്കൗണ്ട്സിൽ ഞാൻ എന്ത് ചെയ്തു, ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോറി കണ്ടാൽ മനസ്സിലാവും. 30 എന്നുള്ള ലെവലിൽ, ഈ ഒരു ലെവലിലായിരുന്നു ടാർഗറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു അക്കൗണ്ട് ഞാൻ ഇപ്പോഴും റണ്ണിങ് ആണ്, ഇത് ഞാൻ ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ എന്താ സംഭവിച്ചത്, ഈ സെയിം ഏരിയയിൽ നിന്ന് വന്നു, ഈ ഒരു സപ്ലൈ സോണിൽ നിന്ന് വന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തു. ആ റിജക്ട് ചെയ്ത ഒരു ഡിസ്കൗണ്ടഡ് ഏരിയ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അവിടുന്ന് എക്സാക്ട്ലി നമ്മൾ എന്ത് ചെയ്തു, റീ എൻട്രി ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നമുക്ക് മാർക്കറ്റിൽ ഒരു നല്ല രീതിക്കുള്ള ഒരു ഇമ്പൾസീവ് റണ്ണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ ഇവിടെ ഓൾറെഡി ഒരു $1000 നിങ്ങൾക്ക് പ്രോഫിറ്റിൽ 2 എൻട്രീസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇത് ഞാൻ ലെയർ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഓൾറെഡി കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഇത് ലെയർ ചെയ്ത് കണ്ടോ, ഓരോരോ ലെയർ ഇത് നമുക്ക് അറിയുന്നത് കൊണ്ടാട്ടോ, എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്താണ്. ഇനി ഇവിടെ ഒരു റിവേഴ്സൽ നടന്നാൽ ഞാൻ അത് കംപ്ലീറ്റ്ലി എക്സിറ്റ് ചെയ്യുകയും ചെയ്യും. എനിക്കിപ്പോൾ ഓൾറെഡി ഈ 2 ട്രേഡ്സും പ്രോഫിറ്റിലാണ് നമുക്ക് റൺ ചെയ്യുന്നത്. അതാണ് നമ്മുടെ വിന്നിങ് ട്രേഡ്സിനെ കൂടുതൽ നമ്മുടെ എൻട്രീസ് പുഷ് ചെയ്യുന്നത്. വിന്നിങ് ട്രേഡ്സിനെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ എക്സ്പീരിയൻസിന്റെ പുറത്ത്. സോ ഇതുപോലെ നിങ്ങൾക്ക് ഫോറക്സ് റിലേറ്റഡ് കണ്ടന്റ്, അതുപോലെ ഗോൾഡ് ട്രേഡ്സ് ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഈ പേജും ഈ യൂട്യൂബ് ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എഫക്റ്റീവായി തോന്നിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട്സ് നിർബന്ധമായിട്ടും വേണം.